Today we are discussing about chapter 3. Chapter 3യുടെ പേര് ബിസിനസ് എൻവയോൺമെന്റ് എന്നാണ്. എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണത്? എൻവയോൺമെന്റ് നമ്മുടെ ചുറ്റുമുള്ള ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ബിസിനസ് ആയിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിനെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമിടപാടുകൾ നടക്കുന്ന, സാമ്പത്തികമായിട്ട് ഉള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയയാണ്. അതിൽ പലതരത്തിലും സൊസൈറ്റിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുമുള്ള റിലേഷൻഷിപ്പ് വരാറുണ്ട്. ഒരു ബിസിനസ്സിനും സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടാതെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ നോ ബിസിനസ് ക്യാൻ എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി വിത്തൗട്ട് കൺസിഡറിങ് ഗവൺമെന്റ്, കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ഇവരൊക്കെ എന്താണ്? ശരിക്കും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു കണ്ടീഷൻസിനെയാണ് അല്ലെങ്കിൽ ഇവന്റുകളെയാണ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കി വെച്ചിരിക്കണം. ഇവിടെ നമ്മൾ കെ ഡേവിസിന്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ദി അഗ്രിഗേറ്റ് ഓഫ് ഓൾ കണ്ടീഷൻസ്, ഇവന്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ദാറ്റ് സറൗണ്ട് ആൻഡ് അഫക്റ്റ് ഇറ്റ്. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ആകുന്ന കണ്ടീഷൻസും ഇവന്റ്സും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ്, ഒരു ഏരിയയാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. Business environment is the sum total of all the factors and forces in society which has direct and indirect influence on business activities. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ്, ഗവൺമെന്റ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ബാക്കിയുള്ള പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ബിസിനസ് എൻവയോൺമെന്റ് നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്ത് പറയാം: സെറ്റ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് which affect the business activities such as economic factors, government factors, technological factors and demographic factors. It also include all interest group around the business like suppliers, customers, employees, creditors, etc. ഞാൻ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് പറയുന്നത്. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം കുറെ അധികം പുറമേയുള്ള ഫോഴ്സുകളുടെ, പുറമേയുള്ള ശക്തികളുടെ ഇൻവോൾവ്മെന്റ് വരുന്ന ആക്ടിവിറ്റീസ് ആണ്. അതായത് എക്കണോമിക് ആയിട്ട്, സാമ്പത്തികപരമായിട്ടും, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിയമപരമായിട്ടാണെങ്കിലും അല്ല ടെക്നോളജിക്കൽ പരമായിട്ടാണെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ടും പല രീതിയിൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നു. അത് മാത്രമല്ല അതിൽ പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാവാം. സപ്ലയേഴ്സ്, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗുഡ്സ് ആൻഡ് അതർ റോ മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, അതിന്റെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, ക്രെഡിറ്റേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ബിസിനസ് എൻവയോൺമെന്റിന്റെ ഫീച്ചേഴ്സ് എടുത്തു പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ പോയിന്റ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പുറമേയുള്ള ഫോഴ്സുകളുടെ ഇൻവോൾവ്മെന്റ് വരുന്ന, അവയൊക്കെ കാരണം കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഫീച്ചർ എന്ന് പറയുന്നത് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. സെക്കൻഡ് പോയിന്റ് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. ബിസിനസ് എൻവയോൺമെന്റ് സ്പെസിഫിക് ആയിട്ടുള്ളതും ജനറൽ ആയിട്ടുമുള്ള ഫോഴ്സുകളെ ഇൻവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും ആ എന്റർപ്രൈസിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ, ആ ഒരു ബിസിനസ്സിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുന്ന ശക്തികളെയാണ് സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ്, ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, അവിടെ അവരുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പം സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇവർക്കൊക്കെ ഒരു ഇമ്പാക്റ്റ് ഇല്ലേ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിലും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ കേരളത്തിൻ്റെതായിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസും ഇവിടുത്തെ ടെക്നോളജിക്കൽ അവർക്ക് ഉള്ള ഫോഴ്സസും വെച്ചിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതാണ് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഫീച്ചർ ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്, സെക്കൻഡ് ഫീച്ചർ സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്.
Then interrelations ആണ്. Various elements or parts of business environments are interrelated. For example, increased awareness of healthcare, increased demand of free cooking oil, sugar-free products, health resorts, etc. അതായത് ഒരു കമ്പനി വർക്കൗട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ആ ഒരു ബിസിനസ് എൻവയോൺമെന്റ് അതാണല്ലോ. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയിൽ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് വരെയാണ്. എല്ലാ ആൾക്കാരെയും ഹെൽത്ത് വൈസ് ഭയങ്കര ബോധവാന്മാരാക്കുകയാണ്. നിങ്ങൾ എക്സസൈസ് ചെയ്യണം, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും? അത് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് ബാധിക്കും. അതായത് ഫാറ്റ് ഇല്ലാത്ത ഓയിൽ വെച്ച് കുക്ക് ചെയ്ത് നമുക്ക് നോക്കാം, ഷുഗർ ഫ്രീ പ്രോഡക്ട്സ് നമുക്ക് നോക്കാം, കൂടുതൽ ഹെൽത്ത് ക്ലിനിക്സുകൾ നോക്കാം. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ബിസിനസ് കൂടും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാ പ്രോഡക്ട്സും വൺ പ്രോഡക്റ്റ് ആണ്, അത് പ്രോഡക്റ്റുമായിട്ട് കോറിലേറ്റഡ് ആണ്, അവർ ഇന്റർ കണക്റ്റഡ് ആണ്. അതാണ് അവിടെ പറയുന്ന പോയിന്റ്. ദെൻ ഫോർത്ത് പോയിന്റ് ഇസ് ഡൈനാമിക് നേച്ചർ. ഡൈനാമിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ഫ്ലെക്സിബിൾ. ബിസിനസ് എൻവയോൺമെന്റ് എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്. കാരണം it keeps on changing in terms of technological improvement, changes in consumers' taste and fashion. ബിസിനസ് എൻവയോൺമെന്റ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ട് ഒന്നിനോട് മാറ്റത്തിനനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റോ ഇംപ്രൂവ്മെന്റോ വന്നാൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റിൽ ഉണ്ടാവും. അതാണ് ഡൈനാമിക് നേച്ചർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് അൺസർട്ടനിറ്റി. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഹൈലി അൺസർട്ടൻ ആണ്. അതായത് നമുക്ക് ഒരിക്കലും ഫ്യൂച്ചർ എന്താണ്, ഈ ബിസിനസ് എവിടെ വരെ പോകും, ഇത് എന്ന് നിൽക്കും എന്ന രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ പ്രോബ്ലം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ കോവിഡ് നമുക്കുണ്ടായിരുന്നു. കോവിഡ് വന്ന സമയത്ത് ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റോപ്പ് ആയിപ്പോയി. ചില ബിസിനസ്സുകൾ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു. അപ്പം ഫോർ എക്സാമ്പിൾ മാസ്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത ഒരു ഏരിയയാണ്. അപ്പം ആ രീതിയിൽ ഹെൽത്ത് വൈസ് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കോവിഡ് സമയത്ത് ഉണ്ടായി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരുപാട് സ്മോൾ ഓഫ്ലൈൻ ബിസിനസ്സുകൾ നിന്നുപോയി. കാരണം ആളുകൾ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നത് കുറഞ്ഞു, ഓൺലൈൻ ബിസിനസ്സുകൾ വർദ്ധിച്ചു. അപ്പൊ ആ രീതിയിൽ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതാണ് ഇതിന്റെ വേറൊരു ഫീച്ചർ, അൺസർട്ടനിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലക്സിറ്റി ആണ്. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എൻവയോൺമെന്റ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. അതായത് ഒരുപാട് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന, ഡൈനാമിക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നടക്കുന്ന, ഒരുപാട് ഫോഴ്സസ് ഇൻവോൾവ് ആയിട്ടുള്ള, ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ വന്നിട്ടുള്ള ഒരു സംഭവമാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് എന്താണ് ഇതിന്റെ എക്സാക്ട് മീനിങ്, ഇത് എങ്ങനെ കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ് ഈസ് കോംപ്ലക്സിറ്റി. കോംപ്ലിക്കേറ്റഡ് ആണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ 6 ഫീച്ചേഴ്സ് നോക്കി. നെക്സ്റ്റ് റിലേറ്റിവിറ്റി ആണ്. ബിസിനസ് എൻവയോൺമെന്റ് എപ്പോഴും റിലേറ്റീവ് ആണ്. അതായത് ഒരു കൺട്രിയിൽ നിന്നും വേറൊരു കൺട്രിയിൽ നിന്നും അല്ലെങ്കിൽ റിലീജിയൻ ടു റീജിയൻ ഇത് ഡിഫറെന്റ് ആണെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കാം, ഒരു സാരി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സാരിയുടെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അതൊരു ഫ്രാൻസിലോ വേറെ ഏതെങ്കിലും US പോലൊരു കൺട്രിയിൽ, ഇന്ത്യ കുറഞ്ഞ ഒരു കൺട്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സാരിയുടെ ഡിമാൻഡ് കുറവായിരിക്കും. ഈ രീതിയിൽ റിലേറ്റീവ്ലി ബിസിനസ് എൻവയോൺമെന്റ് ഈസ് റിലേറ്റീവ്, which means impact of business environment is different from one location to another location. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളത് നോക്കാം. സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് പേഴ്സൺസ് എപ്പോഴും ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റ് അഡാപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അവരതിനെക്കുറിച്ച് ഡെപ്ത് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരായിരിക്കും. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യും, പ്രോപ്പറായിട്ട് പോളിസി ഫോർമുലേറ്റ് ചെയ്യും. ആ രീതിയിൽ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ് വളരെയധികം ഫോഴ്സ്ഫുള്ളി നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഇമ്പോർട്ടൻസ്. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈയിങ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജസ്. എന്താണ് ബിസിനസ് എൻവയോൺമെന്റിന്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും, കൃത്യമായിട്ടുള്ള അഡ്വാൻറ്റേജസിലേക്ക് നമ്മൾ പോകും.
അപ്പോൾ ഏർലി നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ എന്റർപ്രൈസിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെക്കാളും മുമ്പേ നമുക്ക് കാര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് വി-ഗാർഡ് പോലെയുള്ള കമ്പനി. അവർ വി-ഗാർഡ് ബേസിക് ഇലക്ട്രോണിക് സാധനങ്ങൾ വിട്ടിരുന്ന ഒരു കമ്പനി. അവർ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ, വണ്ടർല പോലെയുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയും അത് തുടങ്ങുകയും ചെയ്തതോടുകൂടി കേരളത്തിലെ തന്നെ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് പോകുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കായിട്ട് വണ്ടർല മാറുകയും ചെയ്തു. അതേപോലെ തന്നെ മാരുതി ഉദ്യോഗിന്റെ സ്മോൾ കാർ സെഗ്മെന്റിന്റെ കാര്യം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈസ്റ്റേണിന്റെ പാക്ഡ് ഫുഡ് ഐറ്റംസ്, റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ അവർ ഏർലി ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി നേരത്തെ അതിനെക്കുറിച്ച്, ആ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ച് അവർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് ഫസ്റ്റ് മൂവ് ചെയ്ത ടീംസ് ആണ്. സോ അതിന്റെ അഡ്വാൻറ്റേജസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നതിന്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഐഡന്റിഫൈ ത്രെഡ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽ. ത്രെഡ്സ് റെഫർ ടു ദ എൻവയോൺമെന്റൽ ചേഞ്ചസ്. അതായത് നമുക്കറിയാം ഭീഷണികൾ, അത് എപ്പോഴും നമ്മുടെ കമ്പനിയുടെ ഒരു ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുകയും പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ത്രെഡ്സ് എപ്പോഴും എൻവയോൺമെന്റൽ ചേഞ്ചസിന്റെ വലിയൊരു ഭീഷണിയാണ്. അപ്പോൾ ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യുകയും എൻവയോൺമെന്റൽ അവയർനെസ് മാനേജേഴ്സിന് കൃത്യമായിട്ട് ആ ത്രെഡ്സ് ഐഡന്റിഫൈ ചെയ്യാനും അത് ഓവർകം ചെയ്യാനുള്ള സിഗ്നൽസ്, വാർണിംഗ് സിഗ്നൽസ് നേരത്തെ കൊടുക്കാനായിട്ട് സാധിക്കും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നതാണ് ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. Environment is a source of various resources of business enterprise. Environment always provide materials, machines, finance, water, lab, etc. to the enterprises. വേറൊന്നുമല്ല, ഈ ബിസിനസ് എൻവയോൺമെന്റ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അവിടുന്ന് കൃത്യമായിട്ടുള്ള ഉറവിടങ്ങൾ നമുക്ക് കമ്പനിക്ക് വേണ്ട പ്രോഡക്റ്റിന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഉറവിടങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള ഉറവിടങ്ങളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഇൻപുട്ടുകളും, മെറ്റീരിയൽസ് ആയിട്ടും മെഷീൻസ് ആയിട്ടും ഫിനാൻസ് ആയിട്ടും ഈവൻ വാട്ടർ ആയിട്ട് വരെ നമുക്ക് അവിടുന്ന് കിട്ടത്തുള്ളൂ. സോ അതാണ് തേർഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. Then the enterprises assemble these inputs, then in turn supplies environment which outputs such as goods and services for customers. Environment എപ്പോഴും സോഴ്സ് ഓഫ് ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യുകയും അത് ഔട്ട്പുട്ട് ആയിട്ട് പുറത്തേക്ക് വിടാനുള്ള ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് എന്റർപ്രൈസ് എപ്പോഴും എൻവയോൺമെന്റിന് അനുസരിച്ച് ആയിരിക്കണം അവരുടെ പ്ലാൻസ് ആൻഡ് പ്രൊവിഷൻസ് ഉണ്ടാക്കേണ്ടത്. Then ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. ടുഡേ എൻവയോൺമെന്റ്സ് ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആണ്, ഡൈനാമിക് ആണ്. സോ ആ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകണം. അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അങ്ങനെ ആ ഒരു എൻവയോൺമെന്റിനെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ എടുത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് മുൻപിൽ കയറും. സോ എപ്പോഴും നമ്മൾ വി ഷുഡ് കോപ്പ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ് ഓഫ് ദി എൻവയോൺമെന്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. എൻവയോൺമെന്റ് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് കണ്ടെത്തുകയും ത്രെഡ്സ് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യും. അതുവഴി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്പനിക്ക് കൊടുത്ത് കറക്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കാനും സഹായിക്കുന്നു. Then helps in improving performance. ഫ്യൂച്ചർ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പെർഫോമൻസ് കൂടുതലാക്കാൻ, നന്നാക്കാൻ, എന്റർപ്രൈസിന് ബെറ്റർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദോസ് എന്റർപ്രൈസസ് വിച്ച് കണ്ടിന്യൂയിങ് മോണിറ്ററിംഗ് ദ എൻവയോൺമെന്റ് ഷുഡ് അഡാപ്റ്റ് ഗുഡ് പോളിസീസ് അക്കോർഡിംഗ് ടു ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, വിച്ച് ഈസ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്, എലമെന്റ്സ്. ഇവിടുന്ന് എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കും ഒരു ബിസിനസ് എൻവയോൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഡയമെൻഷൻ എന്ന് പറയുന്നത്? എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ ആൻഡ് ലീഗൽ കണ്ടീഷൻസ്. ഇറ്റ് ഓൾവേസ് ഇൻഫ്ലുവൻസസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് വെരി റെലവെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഈ ഒരു പിക്ചർ എപ്പോഴും, ഡയഗ്രാം എപ്പോഴും വരച്ചു വെക്കണം. ബിസിനസ് എൻവയോൺമെന്റ് സെന്ററിൽ വരിക, ബാക്കിയുള്ള എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ, ലീഗൽ എൻവയോൺമെന്റ് ചുറ്റും അതിനെ റൗണ്ട് അബൌട്ട് ചെയ്ത് ഇരിക്കണം.
വേരിയസ് ഫാക്ടേഴ്സിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് എൻവയോൺമെന്റ് ആണ്. എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ബിസിനസിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? സാമ്പത്തികപരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടാക്സ്, ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്, ബാക്കിയുള്ള പ്രോഫിറ്റുകൾ, സമൂഹത്തിലുള്ള ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ റേറ്റുകൾ, എംപ്ലോയ്മെന്റ് റേറ്റുകൾ, ഫോറിൻ ട്രേഡ്, ഇത്തരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് ചെയ്യുന്നത്? എക്കണോമിക്കലി ഒരു ബിസിനസിനെ അഫക്ട് ചെയ്യുന്നു. എക്കണോമിക് എൻവയോൺമെന്റിന് പ്രധാനമായിട്ടും 3 ആസ്പെക്ട് ആണുള്ളത്: എക്കണോമിക് കണ്ടീഷൻസ്, എക്കണോമിക് പോളിസീസ് ആൻഡ് എക്കണോമിക് സിസ്റ്റം ഓഫ് ദി കൺട്രി. ഈ എക്കണോമിക് എൻവയോൺമെന്റിനെ സ്കാൻ ചെയ്യുന്നത് വഴി കൃത്യമായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കും. എക്കണോമിക് എൻവയോൺമെന്റ് ഈസ് ദാറ്റ്. എന്തൊക്കെയാണ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. പ്രൈസ് ലെവൽസ്, ഇൻഫ്ലേഷൻ റേറ്റ്സ്, റിസഷൻ ടൈം, ട്രേഡ് സൈക്കിൾസ്, ദെൻ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് റേറ്റ്സ്, എക്കണോമിക് ഗ്രോത്ത്, GDP പോലെയുള്ള ലെവൽസ്, ഇതൊക്കെ നമ്മുടെ ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യുന്നവയാണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. എന്താണ് സോഷ്യൽ എൻവയോൺമെന്റ്? സോഷ്യൽ എൻവയോൺമെന്റ് മീൻസ് സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും നമുക്ക് ചുറ്റുമുള്ള ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. സോഷ്യൽ എൻവയോൺമെന്റ് മീൻസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ബിസിനസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഈ ഫാക്ടേഴ്സ് എപ്പോഴും വ്യക്തികളുടെ, നമുക്ക് ചുറ്റുമുള്ള നമ്മളിൽ ആകപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ കൾച്ചറൽ ഹെറിറ്റേജ് അനുസരിച്ചും അവരുടെ ലൈഫ് സൈക്കിൾ അനുസരിച്ചും അവരുടെ കസ്റ്റംസും ബിലീഫ്സും അവരുടെ ലിറ്ററസി റേറ്റ്, ബർത്ത് ഡെത്ത് റേറ്റ്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ അനുസരിച്ചിരിക്കും. വേരിയസ് സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് environment, demand for social responsibility making, need for safety of a product, ഇതൊക്കെയാണ് ഇതിനെ അഫക്ട് ചെയ്യുന്നത്. ബിസിനസ് എപ്പോഴും സോഷ്യലി അഡാപ്റ്റബിൾ ആയിരിക്കണം. ഇതിനനുസരിച്ചുള്ള അവരുടെ കസ്റ്റമേഴ്സിന്റെ കൾച്ചറൽ ഹെറിറ്റേജ് അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം ആ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്തും പ്രൊഡക്റ്റ് പുറത്തേക്ക് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്ന സമയത്തും ചെയ്യേണ്ടത്. അടുത്തതാണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ചേഞ്ചസ് ഇൻ ടെക്നോളജി എപ്പോഴും അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പ്രൊഡക്ഷനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ പുതിയ പ്രൊഡക്ട്സുകൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും പഴയ പ്രൊഡക്ട്സുകൾ റീപ്ലേസ്, കൺവെൻഷണൽ ആയിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ റീപ്ലേസ്ഡ് ആവും. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇപ്പം ഡിജിറ്റൽ ക്യാമറ വന്നപ്പോഴത്തേക്കും ഇന്റർനെറ്റ് ബാങ്കിങ്, ATMs, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? പഴയ കാര്യങ്ങളെ റീപ്ലേസ് ചെയ്തു വന്ന കാര്യങ്ങളാണ്. ഇപ്പം ATM ഒക്കെ വന്നപ്പോൾ, ഇന്റർനെറ്റ് ബാങ്കിങ് വന്നപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് പോകേണ്ട ആവശ്യമേ ഇല്ല, അത് റീപ്ലേസ്ഡ് ആയി. അപ്പം എപ്പോഴും വ്യക്തികളുടെ ലൈക്ക് അനുസരിച്ച്, കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം അനുസരിച്ച് ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ മൊബൈൽ ഫോൺ, വലിയ കമ്പ്യൂട്ടർ മാറി ചെറിയ ലാപ്ടോപ്പിലേക്ക് വന്നു, അത് കഴിഞ്ഞ് iPad ആയി, അല്ലേ? ഇപ്പൊ വളരെ ചെറിയ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി. സോ ഇത്തരത്തിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എപ്പോഴും കൺവെൻഷണൽ പ്രൊഡക്ട്സിനെ റീപ്ലേസ് ചെയ്യും. അപ്പം എല്ലാ ബിസിനസ്സും എപ്പോഴും ടെക്നോളജിക്കൽ ഇന്നോവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതും അതുവഴി അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതും ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇതുവഴി എപ്പോഴും ബിസിനസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കത്തുള്ളൂ. സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെന്റ് പോളിസീസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗവൺമെന്റ് പോളിസീസ് അനുസരിച്ചല്ല നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ബാൻ ചെയ്യപ്പെടാനും നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലീഗലി നമുക്കതൊരു പ്രശ്നം, പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് ഉണ്ടാവുകയും ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും. സോ എപ്പോഴും ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് പൊളിറ്റിക്കലി ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്ത് ഫിലോസഫി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ലാസ്റ്റ് പോയിന്റ് ആണ് ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ലീഗൽ എൻവയോൺമെന്റ് എപ്പോഴും ഇൻവോൾവ് ആയിട്ടുള്ളത് ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ലൈക്ക് നിയമപരമായിട്ടുള്ള നിയമങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വേണം ചെയ്യാനായിട്ട്. ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിയമങ്ങളുണ്ട്. കുറച്ച് നിയമങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ട്രേഡ് മാർക്ക് ആക്ട് 1969, അതുപോലെ തന്നെ കമ്മോഡിറ്റീസ് ആക്ട്, കമ്പനീസ് ആക്ട് 1956, ഇപ്പൊ അത് ഓൾറെഡി അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. ഡിസ്പ്യൂട്ട് ആക്ട് 1947, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ ഈ ലീഗൽ എൻവയോൺമെന്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഇതുപോലെ ഒരു 3-4 നിയമപരമായിട്ടുള്ള വർഷങ്ങളും കൂടെ ഓർത്തു വെച്ച് എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ സ്കോർ ബെറ്റർ.